രഞ്ജിത്ത് ഈ ഒരു റൂമിലുള്ള സമയത്ത് എന്നോട് ഡ്രസ്സ് ന്യൂഡായിട്ട് നിൽക്കാൻ പറഞ്ഞ സമയത്ത് രഞ്ജിത്ത് ഒരു നടിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്, മാതൃഭൂമി ന്യൂസിൽ ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ പേര് രേവതിയാണ്. നടി രേവതിയായിരുന്നു. അവരുടെ പേര് രേവതിയാണെന്നാണ് എന്നോട് പറഞ്ഞത്. സോ രേവതിയായിട്ട് രഞ്ജിത്തിന് ബന്ധമുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. ഇല്ല, അവര് എന്റെ ഫോട്ടോസ് എടുത്തിട്ട് ഇങ്ങനെ അയക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ആർക്കാണ് അയക്കുന്നത്. അപ്പൊ പറഞ്ഞു രേവതിക്കാണെന്ന് പറഞ്ഞു. രേവതി ഉണ്ട്, അവര് നിന്നെ കണ്ടിട്ട് ഇഷ്ടമായി എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. ബാംഗ്ലൂരിലെ റൂമിൽ വെച്ചിട്ടാണ് ഈ സംഭവം. അവിടെ ബാവുട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ലൊക്കേഷൻ പാക്കപ്പ് ആയതിനു ശേഷം ഓഡിയോ ലോഞ്ചോ അങ്ങനെ എന്തോ ബന്ധപ്പെട്ടിട്ടാണ് ആൾ ഉണ്ടായിരുന്നത്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പല മുൻനിര നടന്മാരുടെയും പേരുകൾ വാർത്താമാധ്യമങ്ങളിൽ നിറയുകയാണ്. ഇതിനിടെ സിനിമാ മേഖലയിലെ പവർ ഗ്രൂപ്പുകളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളും സജീവമാണ്. 15 നടന്മാരാണ് ഈ പവർ ഗ്രൂപ്പിലുള്ളതെന്നും അതല്ല പവർ ഗ്രൂപ്പിൽ പെണ്ണുങ്ങളും ഉണ്ടെന്ന വാദവും ശക്തമാണ്. സംവിധായകൻ രഞ്ജിത്ത് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്ന ആരോപണമായി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയ യുവാവ് മാധ്യമങ്ങളോട് നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ അക്ഷരാർത്ഥത്തിൽ നടുക്കുന്നതാണ്. സിനിമയിൽ അവസരം ചോദിച്ചെത്തിയപ്പോൾ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നായിരുന്നു യുവാവിന്റെ ആരോപണം. കൂടാതെ രഞ്ജിത്ത് തന്റെ നഗ്നചിത്രങ്ങൾ ഒരു നടിക്ക് അയച്ചു നൽകിയെന്നും യുവാവ് ആരോപിക്കുന്നുണ്ട്. ഇതോടെ സോഷ്യൽ മീഡിയയിൽ ചോദ്യമുയർന്നു, ആരാണ് ആ നടി? തന്റെ നഗ്നചിത്രങ്ങൾ നടി രേവതിക്ക് അയച്ചു കൊടുത്തുവെന്നാണ് പ്രമുഖ മാധ്യമങ്ങളിൽ യുവാവ് വെളിപ്പെടുത്തിയത്. 2012-ൽ രഞ്ജിത്ത് തന്നെ പീഡിപ്പിച്ചുവെന്നാണ് യുവാവ് ആവർത്തിച്ചത്, അതും സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത്. രഞ്ജിത്ത് മുറിയിലുള്ള സമയം എന്നോട് നഗ്നനായി നിൽക്കാൻ പറഞ്ഞു. ഈ സമയം രഞ്ജിത്ത് ഒരു നടിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. രേവതിയാണെന്നാണ് രഞ്ജിത്ത് എന്നോട് പറഞ്ഞത്. രേവതിയുമായി രഞ്ജിത്തിന് ബന്ധമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്റെ ഫോട്ടോ എടുത്ത് അയക്കുകയായിരുന്നു. അപ്പോൾ ആർക്കാണെന്ന് ഞാൻ ചോദിച്ചു. രേവതിക്കാണ്. നിന്നെ കണ്ടിട്ട് ഇഷ്ടമായി എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. ബംഗളൂരുവിലെ മുറിയിൽ വെച്ചാണ് ഈ സംഭവം നടന്നത്. ബാവൂട്ടിയുടെ നാമത്തിൽ എന്ന ചിത്രം പാക്കപ്പ് ആയതിനു ശേഷം ഓഡിയോ ലോഞ്ച് മറ്റോ ആയി ബന്ധപ്പെട്ടാണ് ആളുണ്ടായിരുന്നതെന്നാണ് യുവാവ് പറയുന്നത്. രഞ്ജിത്ത് ഈ ഒരു റൂമിലുള്ള സമയത്ത് എന്നോട് ഡ്രസ്സ് ന്യൂഡായിട്ട് നിൽക്കാൻ പറഞ്ഞ സമയത്ത് രഞ്ജിത്ത് ഒരു നടിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്, മാതൃഭൂമി ന്യൂസിൽ ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ പേര് രേവതിയാണ്. നടി രേവതിയായിരുന്നു. അവരുടെ പേര് രേവതിയാണെന്നാണ് എന്നോട് പറഞ്ഞത്. സോ രേവതിയായിട്ട് രഞ്ജിത്തിന് ബന്ധമുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. ഇല്ല, അവര് എന്റെ ഫോട്ടോസ് എടുത്തിട്ട് ഇങ്ങനെ അയക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ആർക്കാണ് അയക്കുന്നത്. അപ്പൊ പറഞ്ഞു രേവതിക്കാണെന്ന് പറഞ്ഞു. രേവതി ഉണ്ട്, അവര് നിന്നെ കണ്ടിട്ട് ഇഷ്ടമായി എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. ബാംഗ്ലൂരിലെ റൂമിൽ വെച്ചിട്ടാണ് ഈ സംഭവം. അവിടെ ബാവുട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ലൊക്കേഷൻ പാക്കപ്പ് ആയതിനു ശേഷം ഓഡിയോ ലോഞ്ചോ അങ്ങനെ എന്തോ ബന്ധപ്പെട്ടിട്ടാണ് ആൾ ഉണ്ടായിരുന്നത്. +2-ൽ പഠിക്കുന്ന സമയത്ത് താൻ കോഴിക്കോട് ബാവൂട്ടിയുടെ നാമത്തിൽ നിന്ന് സിനിമയുടെ ലൊക്കേഷൻ വെച്ചാണ് രഞ്ജിത്തിനെ കാണുന്നത്. അവസരം ചോദിച്ചെത്തിയ തനിക്ക് രഞ്ജിത്ത് ഹോട്ടലിൽ വെച്ച് ടിഷ്യൂ പേപ്പറിൽ നമ്പർ എഴുതി നൽകി. തുടർന്ന് തന്നോട് 2 ദിവസത്തിനകം ബംഗളൂരിലെത്താൻ പറഞ്ഞു. ബംഗളൂരുവിൽ രാത്രി 10 മണിയോടെ എത്തിയ തന്നോട് ഹോട്ടലിൽ പിൻവശത്തെ മുറിയിലൂടെ അകത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു. അകത്തെത്തിയ ശേഷം രഞ്ജിത്ത് തനിക്ക് മദ്യം തരികയും കുടിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. മദ്യലഹരിയിലായിരുന്ന തന്നെ വിവസ്ത്രനാക്കുകയും പീഡിപ്പിക്കുകയുമായിരുന്നു എന്നാണ് യുവാവിന്റെ ആരോപണം. സംഭവത്തിൽ പരാതി നൽകിയ യുവാവ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ച് 2-3 പേരോട് പറഞ്ഞിരുന്നുവെങ്കിലും അവർ വിശ്വസിക്കാൻ തയ്യാറായില്ല എന്നാണ് യുവാവ് പറയുന്നത്. സംഭവത്തെക്കുറിച്ച് താൻ കാവ്യ മാധവനോട് പറഞ്ഞിട്ടുണ്ടെന്നും യുവാവ് പറയുന്നു. അവർക്ക് ഞാൻ മെസ്സേജ് അയച്ചു. മാഡത്തിന്റെ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നപ്പോൾ രഞ്ജിത്ത് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയെന്ന് പറഞ്ഞു. അവർ മെസ്സേജ് കണ്ടുവെങ്കിലും മറുപടി തരികയോ പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല. ഇടവേള ബാബുവിനോടും ഇത് ആവർത്തിച്ചിരുന്നു. അയാളും ഇതുപോലെ തന്നെയാണ് എന്നോട് പെരുമാറിയത്. എനിക്ക് നിന്നെ ഒന്ന് കാണണം, ഫോട്ടോസ് അയച്ചു തരാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഞാൻ എന്റെ ഫോട്ടോസ് അയച്ചു കൊടുത്തു. ഇങ്ങനെയല്ല, ന്യൂഡാണ് വേണ്ടതെന്നും മറുപടിയെന്നും യുവാവ് വെളിപ്പെടുത്തി. രഞ്ജിത്ത് നിന്നെ യൂസ് ചെയ്തോ, എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെയായിരുന്നു, അല്ലാതെ നിന്നെ സഹായിക്കാമെന്നായിരുന്നില്ല ഇടവേള ബാബുവിന്റെ പ്രതികരണമെന്നാണ് യുവാവ് പറയുന്നത്. അദ്ദേഹത്തിന് എന്നെ കാണുകയായിരുന്നു വേണ്ടത്. ഈ സംഭവം നടക്കുന്നത് 9 മാസം മുമ്പായിരുന്നു. അതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ടെന്നും യുവാവ് പറയുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.